യെസ്, MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഈ പരിശോധന, ഇപ്പോൾ നടക്കുന്ന പരിശോധന കോഴിക്കോടേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടി ഉണ്ടല്ലോ. ഒന്ന്, കോഴിക്കോട് മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലമാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടമാണ്. അപ്പോൾ ടി വിനയുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലേക്ക് പരിശോധന നടക്കുമ്പോൾ അതിലും ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് സാധ്യതകൾ ഏറെയുണ്ട്. എന്താണ് ഈ കോഴിക്കോട് ബന്ധം, അതിൻ്റെ നീക്കം? സജിത്ത്, നേരത്തെ തന്നെ പിണറായി വിജയന്റെയും ഒപ്പം മകൾ ടീനയുടെയും താമസിച്ചിരുന്ന വീടുകളിലും മന്ത്രി ആയിരുന്ന മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നും ലഭിച്ച ചില രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പരിശോധനകൾ എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു മിന്നൽ പരിശോധന എന്ന രീതിയിൽ തന്നെയാണ് ഈ റെയ്ഡുകളിലേക്ക് ED നീങ്ങിയത്. കാരണം വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീണയുടെ ഡയറിയിൽ നിന്നും ചില പേരുകൾ ലഭിച്ചിരുന്നു. അതിൽ ഒരു പേരാണ് ഈ DTPC ഡെസ്റ്റിനേഷൻ മാനേജറായ നന്ദലാൽ, മറ്റൊരു പേരാണ് CPMന്റെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായ നിഖിൽ. DYFI കാലം മുതൽ തന്നെ നിഖിൽ മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആൾ കൂടിയാണ്. CPM വലിയ സ്വാധീനമുള്ള ആളാണ്. ഒപ്പം ഒരുപാട് ബിസിനസ് സംരംഭങ്ങളൊക്കെ ഇദ്ദേഹം നടത്തിയിരുന്നു. നേരത്തെ UDF പ്രതിപക്ഷത്തിരുന്നപ്പോഴും മറ്റുമൊക്കെ ഈ നിഖിലിനെയൊക്കെ സംശയമുനയിൽ നിർത്തുകയെന്ന ഒരുപാട് ഷാഡോ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഈ വീണയുടെ ഡയറിയിൽ നിന്നും ഈ സംബന്ധിച്ച് നന്ദലാലിന്റെയും ഒപ്പം ഈ നിഖിലിന്റെയും പേര് വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്ത് തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത്? അല്ലെങ്കിൽ എന്തെങ്കിലും പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ഈ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്നൊന്നും ഇപ്പോഴും വ്യക്തമാവുന്നില്ല. പക്ഷേ ഇവർക്ക് ഈ റിയാസുമായും ഒപ്പം ടി വീണയുമായും അടുത്ത ബന്ധമുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഈ പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ഈ നിഖിലിന്റെ വസതി, ഒപ്പം അശോകപുരത്തെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ഒപ്പം ഈ നന്ദലാലിന്റെ കുണ്ടുപറമ്പ് കക്കുഴിയിലെ വീട് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. എന്തായാലും കോഴിക്കോട് ആസ്ഥാനമാക്കിയാണ് നേരത്തെ വീണ കൂടി അംഗമായ നേച്ചർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരുന്ന രേഖകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് ED ആദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വിവരങ്ങളിലാണ് ഇത്തരമൊരു സ്ഥാപനം കൂടി വീണയുടെ ഉടമസ്ഥതയിലുണ്ട് എന്ന് വ്യക്തമായത്. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ നേരിട്ടോ അല്ലാതെ ബന്ധപ്പെട്ട ആളുകളായിരിക്കാം ഇവർ, അല്ലെങ്കിൽ ഇവരും വീണയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ കണ്ടെത്താനുള്ള സാധ്യതകൾ നമുക്ക് ഈ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും റിയാസിലേക്ക് നേരിട്ട് വെളിച്ചം വീശുന്ന, അല്ലെങ്കിൽ റിയാസിലേക്ക് നേരിട്ട് ഒരുപക്ഷെ എത്തുന്ന ഒരു കണ്ണികൾ എന്ന് തന്നെ നമുക്ക് ഈ പരിശോധന ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. യെസ്, അതാണ് ED പരിശോധനയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നീക്കമാണ് നടക്കുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി ഉണ്ടാകുമോ എന്നതുകൂടിയാണ് ഇനി അറിയാനുള്ളത്. അത്തരം നീക്കങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.